ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെഷർ എന്നതാണ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ചാപ്റ്റർ ലെഷർ എന്നത് ഒരു ചെറിയ ഒരു സിമ്പിൾ പോയാണ്. ലെഷർ എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ലെഷറിൻ്റെ മീനിങ് ഒഴിവു സമയം എന്നതാണ്. നമ്മളെ വിനോദ സമയം, നമ്മുടെ ഒഴിവു സമയത്ത് എന്തിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തെയാണ് ഈ ലെഷർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിക്കും അതിൻ്റെ വേർഡ് മീനിങ് എടുക്കുമ്പോൾ നമ്മുടെ ഒഴിവു സമയം എന്ന് പറയാം. പോയം തുടങ്ങുന്നതിന് മുമ്പ് 2-3 ലൈൻസ് ഉണ്ട്. അത് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. Do you know that the leisure means? It means the free time which you can spend in activity of your choice. നിങ്ങളുടെ ഫ്രീ സമയം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു. ഇതിന് ഒരു ഫ്രീ സമയം എന്ന് മാത്രമല്ല, ഒരു വിനോദ സമയം എന്നുകൂടി അർത്ഥമാക്കാം. അപ്പോൾ ഇതിന് മീനിങ് ആണ് പറഞ്ഞത്. It means the free time which you can spend in an activity of your choice. നമുക്ക് നമ്മളൊരു ഫ്രീ സമയം കിട്ടുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചിലവഴിക്കാത്തത്. Then what do you do in your leisure hours? നമ്മളോടുള്ളൊരു ചോദ്യമാണ്, എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലെഷർ ഹവേഴ്സിൽ ചെയ്യാറ്? ഫ്രീ കിട്ടുമ്പോൾ, ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറ്? ഡു യു റീഡ് എ ബുക്ക്? ഒരു ബുക്ക് വായിക്കലാണോ? Play game, see movie, go for a walk, listen to music, watch TV, visit a friend, admire the beauty of nature. ഇതൊന്നും അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കലാണോ? അപ്പോൾ നമ്മളോടുള്ള ചോദ്യമാണ്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈം ചിലവഴിക്കുക? ഇതിലേതെങ്കിലും ഒന്നും ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാത്തവരും ഉണ്ടാവാം. Now let us read the poem. To begin with, read the poem aloud and enjoy its rhythm. Then read it silently and slowly and try to answer the following question. അപ്പോൾ ഈ ഒരു ചെറിയ കുഞ്ഞു കവിത, കുറച്ച് ലൈൻസേ ഉള്ളൂ. അത് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. പോയം നമുക്ക് തുടങ്ങാം. What is the life if full of care? We have no time to stand and stare. No time to stand beneath the boughs and stare as long as sheep or crows. No time to see when woods we pass, where squirrel hide their nuts in grass. സോ ഫസ്റ്റ് ലൈനിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദി ലൈഫ് ഈഫ് ഫുൾ ഓഫ് കെയർ? കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമുണ്ടെങ്കിലും നമ്മുടെ വ്യാധികൾ അല്ലെങ്കിൽ ആകുലകൾ എന്നൊക്കെ നമുക്കിതിനെ പറയാം. നമ്മുടെ വേവലാതികൾ, എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മൾ എന്താ പറയുക, ആവലാതി എന്ന് നമുക്ക് പറയാം. നമ്മളിങ്ങനെ എപ്പോഴും തിരക്കായിട്ട്. വാട്ട് ഈസ് ദി ലൈഫ് ഇഫ് ഫുൾ ഓഫ് കെയർ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ആവലാതികളാണോ? വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. നമുക്കൊന്ന് നിൽക്കാനും നോക്കാനും സമയമില്ല. സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ, സ്റ്റെയറിൻ്റെ മീനിങ് വരുന്നത് നമ്മളിങ്ങനെ കുറച്ച് നേരം നിന്ന് നോക്കുന്നതിനെയാണ്. ശരിക്കും വേർഡ് മീനിങ് വരുമ്പോൾ തുറിച്ച് നോക്കുക എന്നാണ്. പോയത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിന്ന് കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ച് നിൽക്കാൻ അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ ജോലിയുമായിട്ട് നമ്മൾ ബിസിയാണ്, ഒന്നിനും സമയമില്ല. പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ എന്തെങ്കിലും ഒരു ഹോബി നമ്മൾ ചെയ്യാനോ മറ്റോ ഒന്നിനും സമയമില്ല. ഇതാണ് നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും ആകുലതകളാണ്. ഇനി എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച്. വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റേ. നമുക്ക് സമയമില്ല നിൽക്കാനും ഒന്ന് ആസ്വദിച്ച് നോക്കാനുള്ള സമയം നമുക്കില്ല. നോ ടൈം ടു സ്റ്റാൻഡ് ബിനീത്ത് ദ ബോ. നമുക്ക് സമയമില്ല എവിടെ നിൽക്കാൻ. ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കൊമ്പാണ്.
ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കാൻ പോലും നമുക്ക് സമയമില്ല, നിൽക്കാൻ പോലും സമയമില്ല. നോ ടൈം ടു സ്റ്റാൻഡ് ബിനീത്ത്. ബിനീത്ത് എന്ന് പറഞ്ഞാൽ താഴെ. ബിനീത്ത് ദ ബോ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ ആണ്. വലിയ മരങ്ങളുടെ കൊമ്പ്, അതിൻ്റെ താഴെ, ഒരു മരത്തിൻ്റെ താഴെയൊക്കെ പോയി നിന്നിങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ രസകരമാണ്. പക്ഷെ അതിനൊന്നും നമുക്ക് സമയമില്ല. ആൻഡ് സ്റ്റെയർ ആസ് ലോങ് ആസ് ഷീപ്പ് ഓർ ക്രൗസ്. നമുക്ക് ഒന്ന് നോക്കി നിൽക്കാനും സമയമില്ല. ആസ് എ ലോങ് ആസ് ഷീപ്പ് ഓർ കൗസ്. പ്രകൃതിയിൽ കാണുന്ന ഷീപ്പും കൗസും ഇതൊക്കെയുണ്ട്. അവർ ഇതേപോലെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നു. അവരെപ്പോലെ നമുക്ക് എന്തില്ല? പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ നമ്മുടെ തിരക്ക് കാരണം സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ കുറച്ചു സമയം പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കണം, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലണം, അതിൻ്റെ ഭംഗി ആസ്വദിക്കണം. നോ ടൈം ടു സീ വെൻ ദ വുഡ്സ് വി പാസ്. നമുക്ക് സമയമില്ല. വുഡ്സ് വി പാസ്, നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാണാമല്ലോ, നമ്മൾ മരങ്ങളൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ, മരങ്ങളും കാടുകളും കാണാനുള്ള ഒരു സമയം നമുക്കില്ല. വേർ സ്ക്വിറൽ ഹൈഡ് ദെയർ നട്ട്സ് ഇൻ ഗ്രാസ്. സ്ക്വിറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാനാണ്, അണ്ണാറക്കണ്ണൻ. അത് അണ്ണാറക്കണ്ണൻ ഹൈഡ് ദെയർ നട്ട്സ് ഇൻ ഗ്രാസ്. പ്രകൃതിയിൽ ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുറേ ജീവികളെക്കുറിച്ച്, കുറേ ജീവികളുടെ അവരുടെ ലൈഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ രസകരമായൊരു കാഴ്ചയാണ് അണ്ണാറക്കണ്ണൻ നട്ട്സ് എടുത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തീറ്റ കിട്ടിയിട്ട് അത് കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കുന്നൊരു രംഗമുണ്ട്. അത് നിങ്ങൾ പ്രകൃതിയിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അണ്ണാറക്കണ്ണനെ ശരിക്കും വീക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കിട്ടുന്ന ഫുഡ് എന്ത് ചെയ്യും? അത് വായിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് ഒളിപ്പിച്ച് വെക്കും. അത് ഏതെങ്കിലും ഗ്രാസിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പിൻ്റെ എന്തിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും അത് വെക്കുന്നുണ്ടാവുക. അതൊക്കെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാലാണ് ഓരോ ജീവികളുടെയും. അണ്ണാറക്കണ്ണനെ പ്രത്യേകിച്ച് കാണാൻ നല്ല രസമാണ്. അതിങ്ങനെ കയ്യിൽ സാധനങ്ങൾ എടുക്കുന്നതും എഴുന്നേറ്റ് നിൽക്കുന്നതും തിന്നുന്നതും അത് കടിച്ച് തിന്നുന്ന ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നട്ട്സ് തന്നെ കുറച്ച് കൂടുതൽ നട്ട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് മാത്രം എടുത്തിട്ട് വരികയല്ല ചെയ്യുക, കംപ്ലീറ്റ് എടുത്ത് വായിൽ നിറക്കും, എന്നിട്ട് വായ ഇങ്ങനെ വീർക്കും, എന്നിട്ടായിരിക്കും അത് വന്നിട്ട് അതൊരു സ്ഥലത്ത് ശേഖരിച്ചു വെക്കും, എന്നിട്ട് വീണ്ടും അത് എടുക്കാൻ പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേർ ദ സ്ക്വിറൽ ഹൈഡ് ദ നട്ട്സ് ഇൻ ഗ്രാസ്. പുല്ലിൻ്റെ ഇടയിൽ അണ്ണാറക്കണ്ണൻ അതിൻ്റെ നട്ട്സ് ഒളിപ്പിച്ച് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ പുതിയ ഒരു തലമുറ ഇതിനൊന്നും നേരെ ഉണ്ടാവില്ല. നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ്. പ്രകൃതിയുടെ ആ ഭംഗി ആസ്വദിക്കാൻ നമുക്കൊന്നും സമയമില്ല. ആൻഡ് വാച്ച് ഹെർ ഫീറ്റ് ഹൗ ദേ ക്യാൻ ഡാൻസ്. പ്രകൃതിയിലേക്ക് ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള ഓരോ സംഗതികളും അവയ്ക്ക് ജീവനുള്ളതാണ്. അതിങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് കാണാൻ സമയമില്ല. അതെങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോ ടൈം ടു വെയിറ്റ് till her mouth can enrich that smile her eyes began. നമുക്ക് അതിൻ്റെ ചിരി കാണാൻ, അതിൻ്റെ ചിരി ഏറ്റവും മനോഹരമായ ചിരിയാണ്. സ്മൈൽ ഹെർ ഐസ്, എൻറിച്ച് ദാറ്റ് സ്മൈൽ ഹെർ ഐസ് began. വളരെ വിശാലമായ ചിരിയായിരിക്കും. ആ ചിരി ആസ്വദിക്കാനുള്ള കഴിവ്, ആസ്വദിക്കാനുള്ള സമയം നമുക്കില്ല എന്ന് കവി പറയുന്നു. എ പുവർ ലൈഫ് ദിസ് ഈഫ് ഫുൾ ഓഫ് കെയർ. ഇത് നമ്മുടെ ലൈഫ് വളരെ പുവറാണ്, വളരെ മോശമായ ജീവിതമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഫുൾ ഓഫ് കെയർ, ഇങ്ങനെ ആവലാതികളുമായിട്ട് നടക്കുന്ന ജീവിതമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ മോശമാണ്, വളരെ പുവറാണ്. വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. നമുക്ക് എന്തിന് സമയമില്ല, ഒന്ന് നിൽക്കാനോ നോക്കി ആസ്വദിക്കാനുള്ള സമയം ഇല്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫ് എന്താണ്? ശരിക്കും ഈ ഒരു പോയം ഇന്നത്തെ ഒരു അവസ്ഥനെ നമുക്ക് കാണിച്ചു തരികയാണ് അല്ലേ. ആർക്കും ഒന്നും കാണാൻ താല്പര്യമില്ല, സമയമില്ല, ബിസി ആയിട്ട് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരം ആ ബിസിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങി നിന്ന് ശരിക്കും ഒന്ന് ആസ്വദിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മനസ്സിൽ കുറേ വിഷമങ്ങൾ നീങ്ങിപ്പോകും. മുതലായ കാര്യങ്ങളൊക്കെ നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ഈ കവിത എഴുതിയിട്ടുള്ളത് W.H. ഡേവിസ് ആണ്. ഓതറിൻ്റെ പേരും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു പോയം വായിക്കാൻ. അപ്പം വളരെ കുഞ്ഞു ചാപ്റ്ററാണ്,
ചെറിയൊരു കുഞ്ഞു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ശരിക്കും വായിക്കാൻ അതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു ഡിസ്കഷൻ തന്നിട്ടുണ്ട്. വൈ ഡസ് എ പോയറ്റ് വാണ്ട്സ് ടു ഹാവ് എ സം ഫ്രീ ടൈം ലെഷർ? വാട്ട് ഈസ് ദിസ് ലൈഫ് ഈഫ് ഫുൾ ഓഫ് കെയർ? നമ്മുടെ ജീവിതം ഇങ്ങനെ ഫുള്ളായിട്ട് പ്രശ്നങ്ങളുമായിട്ട് പോകുന്നതാണോ? ഇവിടെ ഡിസ്കഷനിൽ പറയുന്നത് വൈ ഡസ് ദ പോയിൻ്റ് വാണ്ട്സ് അസ് ഹാവ് സം ഫ്രീ ടൈം ലെഷർ? എന്തുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഫ്രീ ടൈം വേണമെന്ന് കവി ആവശ്യപ്പെടുന്നത്? വാട്ട് ഈസ് ദ ലൈഫ് ഈഫ് ഫുൾ ഓഫ് കെയർ? എന്താണ് ജീവിതത്തിലെ ആവലാതികൾ? നിങ്ങളത് കവിതയിൽ നോക്കിയാൽ കാണില്ല, ജനറലായിട്ട് നിങ്ങൾക്കത് എഴുതാം. വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. ആ കവിതയിൽ കുറച്ച് ലൈൻസാണ് തന്നിട്ടുള്ളത് കേട്ടോ. നോ ടൈം ടു സ്റ്റാൻഡ് ബിനീത്ത് ദി ബോ ആൻഡ് സ്റ്റെയർ ആസ് ലോങ് ആസ് എ ഷീപ്പ് ഓർ ക്രൗ. പ്രകൃതിയിലുള്ള മറ്റു ജീവികളെ പോലെ നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ എഴുതാനാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേർഡ് കെയർ ഇൻ ദി ഫസ്റ്റ് ലൈൻ? ആദ്യത്തെ ലൈൻ പറയുന്ന കെയർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഫ്രേസ് സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ? പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി 3 ആൾട്ടർനേറ്റീവ് ഗിവൺ ബിലോ. സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അതിന് കറക്റ്റ് അർത്ഥം വരുന്ന ഒരു വാക്കിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ലുക്കിംഗ് അറ്റ് തിങ്സ് അൺബ്ലിങ്കിങ്ലി, ലുക്കിംഗ് അറ്റ് ദി ബ്യൂട്ടീസ് നേച്ചർ ആൻഡ് എൻജോയ് ദം, ലോസ്റ്റ് ഇൻ തോട്ട് ലുക്കിംഗ് അറ്റ് നത്തിങ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇതിൻ്റെ എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ് ദ ഷീപ്പ് ആൻഡ് കൗസ് ഡു ഫോർ വിച്ച് ഹാവ് നോ ടൈം? നമുക്ക് സമയമില്ലെന്നുണ്ടെങ്കിലും ഷീപ്പും കൗസും ഒക്കെ എന്താണ് ചെയ്യുന്നത്? പിന്നെ ഡിസ്കഷനാണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഗ്രാമറുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്രാമറിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ ലൈവായിട്ടുള്ള ഒരു സെക്ഷനിൽ തന്നെ ഗ്രാമറിൻ്റെ ക്ലാസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇത് തരിക. അപ്പോൾ ഈ ഒരു പോയം നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ ഓരോ ലൈൻസും നിങ്ങൾ മീനിങ് അടക്കം വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുള്ളൊരു ചെറിയ ചാപ്റ്ററാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.